പരിശുദ്ധനായ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സന്ധ്യാസമയത്ത് കർത്താവ് ഒരു വാക്യം നമ്മൾ വായിക്കാം. സങ്കീർത്തനം 90-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം 15-ാം വാക്യം. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും ക്ലേശങ്ങൾ അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കതായി കർത്താവേ, നീ ഞങ്ങളെ സന്തോഷപ്പെടുത്തണമേ. നാം സന്തോഷിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും, ക്ലേശം പറഞ്ഞ ദിവസം, അനർത്ഥം കണ്ട ദിവസങ്ങൾ, അനർത്ഥങ്ങൾ അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണമായിട്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നമ്മൾക്ക് ക്ലേശങ്ങൾ, അനേക മനുഷ്യൻ മൂലമായിട്ട് വരുന്ന ക്ലേശങ്ങൾ, സ്വന്തം സഹോദരരാൽ, സ്വന്തം കുടുംബക്കാരാൽ, മറ്റുള്ള ലോകക്കാരാൽ, അയൽക്കാരാൽ, ഇങ്ങനെയുള്ളവരാലൊക്കെ ക്ലേശങ്ങൾ കർത്താവ് മാറ്റുന്ന ഒരു ദിവസമാണ്, ഒരു മാസമാണ് ഈ മാസം. നമ്മൾ പ്രോമിസ് വേഴ്സാണ് കർത്താവ് തരുന്നതെന്ന്. നമ്മൾക്ക് ജീവിപ്പിക്കത്തില്ല, വീട്ടിലും ജീവിപ്പിക്കത്തില്ല, വെളിയിലും ജീവിപ്പിക്കത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ മുൻപിൽ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന വാക്യം, ഞങ്ങളെ ക്ലേശിപ്പിച്ച സംവത്സരങ്ങൾക്കും ദുഃഖം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കാനമ്മേ. കർത്താവ് നമ്മളെ സന്തോഷപ്പെടുത്തും. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ വീണ്ടും പറയുന്നു. സന്തോഷിക്കുവാൻ, കർത്താവിൽ സന്തോഷിക്കുവാൻ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇടയാകട്ടെ. കർത്താവിൽ സന്തോഷിക്കുവാനും മറ്റുള്ളവർ വഞ്ചകം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ ലോകത്ത് സഫലമാകില്ല. മനുഷ്യർ പറയും ഇവരുടെ കാര്യങ്ങൾ നടക്കത്തില്ല, എന്നാൽ യേശു പറയുന്നു നടക്കും. യേശു പറയുന്നു നമ്മൾ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും സംവത്സരം കണ്ട ദിവസങ്ങൾക്കും നമ്മുടെ വിഷമം കണ്ട സംവത്സരങ്ങൾക്ക് തക്കവണ്ണമായി നമ്മളെ സന്തോഷിപ്പിക്കുന്നു. കർത്താവ് സന്തോഷിപ്പിക്കുന്നു. ദിവസങ്ങളിൽ നമ്മൾക്ക് ഈ വാക്യം കൊണ്ട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ വാക്യം ക്ലെയിം ചെയ്യാം. സങ്കീർത്തനം 90-ാം അധ്യായം 15-ാം വാക്യം. ഈ വാക്യം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് അത്ഭുതം ചെയ്യും. നമ്മൾക്ക് എല്ലാം അനുകൂലമായി മാറും. യോബിൻ്റെ ജീവിതത്തിൽ സകല കഷ്ടതകളും, സകല ക്യാപ്റ്റിവിറ്റി ഉണ്ടായിരുന്നാൽ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം 3 സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ യോബിൻ്റെ ക്യാപ്റ്റിവിറ്റി മാറി. യോബ് നല്ലതായിട്ട് തിരിച്ചു വരുവാനിടയായി. യോബിന് നഷ്ടപ്പെട്ട സകല സമ്പത്തും തിരിച്ചു വന്നു. സകലതും യോബിന് നഷ്ടപ്പെട്ടു, എന്നാൽ യോബിന് സകലവും തിരിച്ചു കിട്ടിയെന്ന് നമ്മൾ വായിക്കുന്നു. യോബിനെ പോലെ ആയിത്തീരുവാൻ പ്രാർത്ഥിക്കാം. ആമീൻ, ആമീൻ.